ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച രൂപതയാണ് താമരശ്ശേരി രൂപതയെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു പാഠപുസ്തകമാണ് രൂപതയെന്നും താമരശ്ശേരി രൂപതയെ പ്രതി അഭിമാനമുണ്ടെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. താമരശ്ശേരി രൂപതയുടെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപന വേദിയിൽ സംസാരിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. അഭിമന്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട കൃതജ്ഞതാ ബലിയും ജൂബിലി ആഘോഷങ്ങളും വർണ്ണാഭമായി. താമരശ്ശേരി രൂപതയുടെ റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീരമായ സമാപനം. ദൈവവിശ്വാസത്തിന്റെ അനന്യതയെ എന്നും ഉയർത്തിക്കാട്ടാറുണ്ട്. അങ്ങനെ സഭയുടെ പുല്ലൂരാംപാറ ബഥാനിയ റിന്യൂവൽ സെന്ററിൽ നടത്തപ്പെട്ട ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ അഭിമന്യ പിതാക്കന്മാർക്കും വിശിഷ്ടാതിഥികൾക്കും ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത്. രാവിലെ 9:30 അഭിമന്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ പ്രദക്ഷിണത്തോടെ ആഘോഷമായ കൃതജ്ഞതാ ബലിയർപ്പണം നടത്തപ്പെട്ടു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായ ദിവ്യബലിയിൽ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പും KCBC പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ വചന സന്ദേശം നൽകി. പ്രാർത്ഥനയുടെയും ലാളിത്യത്തിന്റെയും കൂട്ടായ്മയുടെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗരഭ്യങ്ങൾ പകർന്നാണ് 40 വർഷക്കാലം താമരശ്ശേരി രൂപത ജീവിച്ചതെന്ന് വചന സന്ദേശത്തിൽ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പങ്കുവച്ചു. ഈ 40 വർഷക്കാലത്തെ ജീവിതം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ താമരശ്ശേരി രൂപത ഈ 5 സൗന്ദര്യങ്ങളും ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ജൂബിലി ആഘോഷിക്കുന്നത്. പ്രാർത്ഥനയുടെ സൗന്ദര്യമുണ്ടായിരുന്നു, ലാളിത്യത്തിന്റെ സൗന്ദര്യമുണ്ടായിരുന്നു, കൂട്ടായ്മയുടെ സൗന്ദര്യമുണ്ടായിരുന്നു, സഹനത്തിന്റെ അല്ലെങ്കിൽ ത്യാഗത്തിന്റെ സൗന്ദര്യമുണ്ടായിരുന്നു, സ്നേഹത്തിന്റെ സൗന്ദര്യമുണ്ടായിരുന്നു. ഈ സൗന്ദര്യങ്ങൾ വീണ്ടും ജീവിക്കുവാൻ ഭാവിയിലേക്ക് പ്രത്യാശയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കരുത്തുറ്റ സൗന്ദര്യങ്ങളായി അവശേഷിക്കട്ടെ എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടുതലായി നിങ്ങൾ കഴിയട്ടെ എന്നും ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ്. തുടർന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച രൂപതയാണ് താമരശ്ശേരി രൂപതയെന്ന് മാർ റാഫേൽ തട്ടിൽ അഭിപ്രായപ്പെട്ടു. താമരശ്ശേരി രൂപത ചെയ്യുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ മറ്റു രൂപതകൾക്കുള്ള പാഠപുസ്തകമാണെന്നും മാർ തട്ടിൽ പറഞ്ഞു. താമരശ്ശേരി രൂപതയെ നയിച്ച എല്ലാ ബിഷപ്പുമാരെയും മേജർ ആർച്ച് ബിഷപ്പ് നന്ദിയോടെ അനുസ്മരിച്ചു. താമരശ്ശേരി രൂപതയെ പ്രതി അഭിമാനമുണ്ടെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഇവിടെ 2018 വലിയ ജലപ്രളയം, ആ ജലപ്രളയത്തില് എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ ആഗ്രഹമുണ്ട്. ഏത് ഗവൺമെന്റ് ഏജൻസി ചെയ്തതിനേക്കാൾ കൂടുതൽ നല്ല സമുദായക്കാരന്റെ അയൽ സ്നേഹം കാണിച്ച രൂപത, അത് ചരിത്രത്തിലെ തങ്കലിപികൾ എഴുതപ്പെടേണ്ടത് ചെയ്ത രൂപതയാണ് താമരശ്ശേരി രൂപത. താമരശ്ശേരി രൂപതയുടെ സംഭാവനകൾ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് അവാർഡൊന്നും തന്നില്ലെങ്കിൽ പോലും നിങ്ങൾ കാണിച്ചു നിങ്ങളുടെ സോഷ്യൽ സർവീസ്, നിങ്ങളുടെ രൂപതയുടെ ചില ഭാഗങ്ങൾ മുഴുവൻ നൊഹാട് പ്രളയത്തിന്റെ വെള്ളത്തിന്റെ അടിയിൽ പോയതുപോലെ പോയതാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ ചേർത്ത് പിടിക്കാനും അവരെ രണ്ടാമത് കുടിപ്പാർപ്പിക്കാനും മറ്റേത് ഏജൻസി ചെയ്തതിനേക്കാൾ കൂടുതൽ ഈ രൂപതയുടെ വൈദികരും ആത്മാരും സന്യസ്തരും ചെയ്തു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ ഈ റൂബി ജൂബിലി വേളയിൽ ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. താമരശ്ശേരി രൂപത കർഷകർക്ക് വേണ്ടിയും അവശത അനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ മാതൃകകളുടെ സത്യത്തിലെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഒരു പാഠപുസ്തകമാക്കി നമുക്ക് കരുതാവുന്നതാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ജോലികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്.
താമരശ്ശേരി രൂപതാ മെത്രാൻമാർ റെമീജിയോസ് ഇഞ്ചറാനിയിൽ സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ തലശ്ശേരി അതിരൂപതാ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംബ്ലാനി അധ്യക്ഷത വഹിച്ചു. താമരശ്ശേരി രൂപതയുടെ ഭൂപടത്തിന്റെ പ്രകാശനം മാനന്തവാടി രൂപതാ മെത്രാൻ മാർ ജോസ് പുരനേടവും രൂപതയുടെ ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപനം കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കന്തലയും നടത്തി. മലബാർ കുടിയേറ്റത്തിന്റെ ചരിത്രം സംരക്ഷിക്കുന്നതിനുള്ള മ്യൂസിയം പദ്ധതി KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പ്രഖ്യാപിച്ചു. വെള്ളിമാട് കുന്നിലെ കരുണാഭവന്റെ പുതിയ ബ്ലോക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം കല്യാൺ രൂപത മുൻ അധ്യക്ഷൻ മാർ തോമസ് ഇലവനാൽ നിർവഹിച്ചു. രൂപത ഡയറക്ടറിയുടെ പ്രകാശനം മാനന്തവാടി രൂപത സഹായ മെത്രാൻമാർ അലക്സ് താരാമംഗലവും വിഷ്വൽ മീഡിയ ലോഞ്ച് കണ്ണൂർ രൂപത സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരിയും നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ മാർ റാഫേൽ തട്ടിൽ ആദരിച്ചു. റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. അഭിമന്യ പിതാക്കന്മാരുടെയും രൂപതയിലെ വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസി സമൂഹത്തിന്റെയും സജീവ സാന്നിധ്യം റൂബി ജൂബിലി ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. ദൈവപരിപാലനയ്ക്കും അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദിയർപ്പണ വേദി കൂടിയായി റൂബി ജൂബിലി ആഘോഷങ്ങൾ മാറി. ചേർച്ച് ഡെസ്ക് ഷിക്കേന ന്യൂസ്.